അല്ലാഹു ആണ് നമ്മുടെ രക്ഷിതാവ് എന്ന് വിശ്വസിക്കണം. പിന്നെ ഒറ്റ പേടിക്കില്ല, പേടിക്കേണ്ട. പിന്നെ ഒരു സിഹറും ബാധിക്കൂല. ഏത് സിഹറും പൊളിഞ്ഞടിയാണ്. ഒരു സിഹറിനെയും ഒരു കണ്ണേറിനെയും ഒന്നിനെയും പേടിക്കേണ്ട. അല്ലാഹുവിൽ വാസിഖാണെങ്കിൽ അപ്പോൾ സിഹർ വരൂലേ? സിഹർ ബാത്തിലാക്കാൻ വേണ്ടി അല്ലാഹു സയ്യിദുനാ ജിബ്രീലിനെ അയക്കും അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു പണി മാത്രമേ നമുക്കറിയുള്ളൂ. കോടാനക്കോടി പണിയുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്. അതിൽപ്പെട്ടതാണ് നമ്മളെ സംരക്ഷിക്കാൻ. സയ്യിദുനാ ജിബ്രീൽ, ഉറക്കപ്പറ സയ്യിദുനാ ജിബ്രീൽ, സയ്യിദുനാ ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാത്തു നമ്മളെപ്പോഴാണ് നമ്മളൊപ്പുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു ഫാത്തിഹ ഓതി അവർക്ക് കൈവക്കാം. 2, 3, 4. ഇന്ന് സുബഹിൻ്റെ ശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്, ഇന്ന് തഹജ്ജുദിൻ്റെ ശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്, തഹജ്ജുദ് നിസ്കരിച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു ഫാത്തിഹ ഓതി അവർക്ക് കൈവക്കാം. 1, 2, 3. എപ്പോഴും വേണം. നമ്മൾ രക്ഷകനാണ്. എല്ലാ ഹഫളത്തിൻ്റെയും തലസ്ഥാനം സയ്യിദുനാ ജിബ്രീൽ, സയ്യിദുനാ മികാഈൽ. പേടിക്കണ്ട, നോട്ട നോക്കിയാൽ മതി. സയ്യിദുനാ ജിബ്രീൽ, ഉറക്കപ്പറ സയ്യിദുനാ ജിബ്രീൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭൂമിയിൽ തദ്ബീർ നടത്തുന്ന സയ്യിദുനാ ജിബ്രീൽ. പേടിക്കണ്ട, പേടിക്കണ്ട, പേടിക്കണ്ട. സയ്യിദുനാ മികാഈൽ, മഴ പെയ്യിക്കൽ മാത്രമല്ല, നിന്റെ റിസ്ക് നിന്റെ വായിലെത്തിക്കുന്നതും സയ്യിദുനാ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഉത്തരവായിട്ടാണ്. മറക്കരുത്. ഇന്നൊരു ഫാത്തിഹ ഓതണം. സയ്യിദുനാ മീകായിൽ, ഉറക്കപ്പറ സയ്യിദുനാ മീകായിൽ. പേടിക്കണ്ട, പേടിക്കണ്ട. നീ റബ്ബിൻ്റെ ആളാണെങ്കിൽ പേടിക്കണ്ട. അതുകൊണ്ട് പാഠം നമ്പർ 1, കുൻ വാസിഖൻ ബിറിസ്ഖി. നീ എൻ്റെ റിസ്ഖിൽ ഉറപ്പിക്കണം. അല്ലാഹു ഉറപ്പിക്കാന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം ഉറപ്പിക്കണം. എൻ്റെ റിസ്ക് അത് ബേജാറാണ്. ഒന്നും ബേജാറാവുണ്ട്, ഒന്നിനും ബേജാറാവുണ്ട്. കാര്യങ്ങൾ റബ്ബ് നടത്തി തരും. ഭാര്യക്കും ഭർത്താവിനും വയസ്സായി, രോഗിയായി. അപ്പോഴാണ് 18 വയസ്സ് കഴിഞ്ഞ മകൾക്ക് കല്യാണം വന്നത്. ഇനി എന്തിനാണ് ഈ കുട്ടിയെ പിടിച്ചു വെക്കുന്നത്? അപ്പോൾ ചിന്തിക്കും, പിന്നെ നമ്മൾ ഈ കുട്ടി പോയാൽ ഇനി നമ്മളാരെ സംരക്ഷിക്കുക? കുട്ടിയുടെ നേരത്തിനാണ് ആ കുട്ടിയെ കെട്ടിച്ചേക്കണം. നമ്മളെ കാര്യമോ, നമ്മളാ കല്യാണത്തോടു കൂടി അല്ലാഹു തആല നമ്മളെ രോഗം മാറ്റി തരും. അല്ലെങ്കിലോ നമ്മളെ ഖിദ്മത്തിന് നമ്മൾ തന്നെ മതിയാവും. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. കാര്യം നടത്തലാരാ? അല്ലാഹ്. പേടിക്കണ്ട, ഒരു പേടിയും പേടിക്കണ്ട. കുൻ വാസിഖൻ ബിറിസ്ഖി. നീ എൻ്റെ റിസ്ഖിൽ ഉറപ്പിക്കണം. ഞാൻ നിനക്ക് തരുന്ന സുഖ സൗകര്യങ്ങളിൽ ഉറപ്പിക്കണം. മദാമത്ത് ഖസാഇനി മംലൂആ. എൻ്റെ ഖജനാവ് നിറഞ്ഞു കിടക്കുന്ന കാലത്തോളം, ഖസാഇനി എൻ്റെ ഖജനാവുകളോ അത് മംലൂആ നിറഞ്ഞു കിടക്കുന്നതാണ്. ലാ തൻഫദു അബദാ. ഒരു കാലത്തും അത് കാലിയാവുകയില്ല. നിങ്ങളോടാണ് പറഞ്ഞെന്ന് ഓർമ്മ. വഹാബേ മാപ്പെട്ടു നോക്കുക. നിങ്ങളോടാ പറഞ്ഞ്? ഒരാളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞായറാഴ്ച ക്ലാസ് പറഞ്ഞു. യാ വഹാബ് മനസ്സിലായി. നട്ടപ്പാതിരക്ക് വെളിസ്ഥലത്തിലേക്ക് ഇറങ്ങിക്കുക, മയപ്പെട്ടു നോക്കുക. യാ വഹാബ്. യഥാർത്ഥം ഔദാര്യം കൊടുക്കുന്നവന്. മനസ്സിലായിട്ട് പറഞ്ഞത്? പള്ളിയിൽ നമസ്കരിക്കണമെങ്കിൽ പള്ളിൻ്റെ മേലെ മേപ്പെട്ട് നോക്കുക. അവിടെ ആരാന്ന് വെച്ചാൽ ഏത് ഖൈറിനെയും ചോദിക്കുന്നവർ മുകളിലേക്കാണ് ചോദിക്കുക. ഏത് ലജ്ജിക്കുന്നവനും താഴേക്കാണ് തല വയ്ക്കുക. ഏതാഗ്രഹിക്കുന്നവനും കാരണം റഹ്മത്തിറങ്ങൽ മുകളിലൂടെയാണ്. ഏത് മൃഗവും അതിനൊക്കെ ഒരു കെട്ടിൽ കിടക്കുന്ന ഒരു മൃഗം, കെട്ടുകുടുക്കി കിടക്കുന്ന ഒരു പശു, അല്ലെങ്കിൽ അതിന് വെള്ളവും വൈക്കോലും കൊടുക്കുന്ന യജമാനൻ കൃത്യമായ സമയത്ത് വന്നിട്ടില്ലെങ്കിൽ അത് മുകളിലേക്ക് നോക്കി അമറും. അവിടെ ആ പെറ്റീഷൻ, ഇവിടെ കൂടി സാധനം കിട്ടുമ്പോൾ അവിടേക്ക് പെറ്റീഷൻ കൊടുക്കും. അങ്ങനെ തന്നെയല്ലേ പറഞ്ഞു? ഒരു മൃഗവും താഴേക്കോക്കി അമറൂല. അപ്പോൾ ഒരു നായ ഓരിയിടുമ്പോൾ മുകളിലേക്ക് നോക്കും. അങ്ങനെ തന്നെയല്ലേ? എല്ലാം അങ്ങനെയാണ്. രാത്രിയായാൽ
വെളിസ്ഥലത്തേക്ക് ഇറങ്ങി നിൽക്കുക, അല്ലെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുക, അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി നിൽക്കുക, ആകാശത്തെ നോക്കുക, എന്നിട്ട് പറയാ യാ വഹാബ് യാ വഹാബ് യാ വഹാബ് യാ വഹാബ് യാ വഹാബ്, ഔദാര്യം നൽകുന്നവനെ,